ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL കൺസ്ട്രെയിൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു ടേബിൾ, ആ ടേബിളിൽ ഏത് തരത്തിലുള്ള ഡേറ്റയാണ് ഇൻസേർട്ട് ആകേണ്ടത് എന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന റൂളാണ് SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു ടേബിളിലുള്ള ഡേറ്റാസിൻ്റെ അക്യുറസിയും ഇൻറ്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. കോളം ലെവൽ കൺസ്ട്രെയിൻസും ടേബിൾ ലെവൽ കൺസ്ട്രെയിൻസും. കോളം ലെവൽ കൺസ്ട്രെയിൻസ് കോളം ഡേറ്റയെ മാത്രം ലിമിറ്റ് ചെയ്യുകയുള്ളൂ. ടേബിൾ ലെവൽ കൺസ്ട്രെയിൻസ് ഹോൾ ടേബിൾ ഡേറ്റയിനെയും ലിമിറ്റ് ചെയ്യുന്നു. കൺസ്ട്രെയിൻസ് നമ്മുടെ ഡേറ്റാബേസിൽ ഉപയോഗിക്കുന്നതിലൂടെ ഡേറ്റാസിൻ്റെയൊക്കെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നമ്മൾ മോസ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻസ് ആണ് നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ്, യുണീക്ക്, പ്രൈമറി കീ, ഫോറിൻ കീ, ചെക്ക്, ഡിഫോൾട്ട്. ആദ്യം തന്നെ എന്താണ് നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് എന്ന് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ കോളം, ആ കോളത്തിന് നൾ വാല്യൂ വരാൻ പാടില്ല എന്ന് നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ടേബിളിലെ കോളത്തിൽ നമ്മൾ നോട്ട് നൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ കോളത്തിൽ നൾ വാല്യൂ വരത്തില്ല. ആ പർട്ടിക്കുലർ കോളത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് SID ഇൻറ്റ് നോട്ട് നൾ നെയിം വാർക്യാർ 60 ഏജ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ടേബിൾ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. SID ആണ്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റാണ്, അതിൻ്റെ വാല്യൂ ഒരിക്കലും നള്ളാകാൻ പാടില്ല എന്ന് നമ്മൾ കൺസ്ട്രെയിൻറ്റിൽ പറഞ്ഞു കൊടുത്തു. നെയിം അത് വാർക്യാർ ആണ്, ഡേറ്റ ടൈപ്പ് 16 ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഏജ് ഇൻറ്റിജറാണ്. അടുത്തതാണ് യുണീക്ക് കൺസ്ട്രെയിൻ. യുണീക്ക് കൺസ്ട്രെയിൻ ഇതെന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഫീൽഡ് അല്ലെങ്കിൽ കോളം അതിന് യുണീക്ക് വാല്യൂസ് ആയിരിക്കണം എപ്പോഴും എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവുകയില്ല. ഈ യുണീക്ക് കൺസ്ട്രെയിൻ നമുക്ക് കോളം ലെവലിലും ടേബിൾ ലെവലിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് യുണീക്ക് കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കാം. അതായത് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് SID ഇൻറ്റ് നോട്ട് നൾ യുണീക്ക് നെയിം വാർക്യാർ 60 ഏജ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, SIDയുടെ വാല്യൂ അതൊരിക്കലും നള്ളാകാൻ പാടില്ല, അതെപ്പോഴും യുണീക്ക് ആയിരിക്കും. അതായത് എല്ലാ റോസിലും വ്യത്യസ്ത തരത്തിലുള്ള ID ആയിരിക്കണം വരേണ്ടത്. അതാണ് യുണീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും യുണീക്ക് കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് യുണീക്ക് SID. അപ്പോൾ ഈ കുറെ എന്ത് സ്പെസിഫൈ ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ, SID എന്ന് പറഞ്ഞ ഫീൽഡ്, അതിൻ്റെ വാല്യൂ എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അടുത്ത കൺസ്ട്രെയിൻ്റ് ആണ് പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ്. പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാബേസിലെ ഓരോ റെക്കോർഡുകളും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈമറി കീയിലുള്ള വാല്യൂസ് അത് എപ്പോഴും നോട്ട് നൾ ആയിരിക്കണം, നൾ വാല്യൂ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ യുണീക്ക് വാല്യൂസ് ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവുകേണ്ടത്. എന്നാലേ നമുക്ക് യുണീക്കലി ഓരോ റോസിൻ്റെയും ഈ പ്രൈമറി കീ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ടേബിളിലുള്ള ഡേറ്റാസിനെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി കീ ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ID SID ഇൻറ്റ് പ്രൈമറി കീ നെയിം വാർക്യാർ 60 നോട്ട് നൾ ഏജ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ, SID അത് ഇൻറ്റിജറാണ്, പ്രൈമറി കീ ആണ്. അതായത് ആ SIDക്ക് നൾ വാല്യൂ വരാൻ പാടില്ല, എപ്പോഴും യുണീക്കായിട്ടുള്ള വാല്യൂ വരാൻ പാടുള്ളൂ. ഇനി ഈ പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ് നമുക്ക് കോളം ലെവലിൽ എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് പ്രൈമറി കീ SID. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു SID എന്ന് പറയുന്ന ഒരു പ്രൈമറി കീ നമ്മളിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ അത് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് നോക്കാം. രണ്ട് ടേബിൾസ് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് റിസ്ട്രിക്റ്റ് ചെയ്യാം. അതായത് ഈ ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് ടേബിൾസ് തമ്മിലുള്ള ലിങ്ക്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറയുന്ന ടേബിൾ, ഓർഡർ ഡീറ്റെയിൽ എന്ന് പറയുന്ന ടേബിൾ. കസ്റ്റമർ ഡീറ്റെയിൽ അത് CID, കസ്റ്റമർ നെയിം, അഡ്രസ്സ്. ഓർഡർ ഡീറ്റെയിലകത്ത് ഓർഡർ ID, ഓർഡർ നെയിം, CID. അപ്പം ഈ കസ്റ്റമറിലുള്ള ഈ CID അതെന്ന് പറയുന്ന
ഓർഡർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ ടേബിളിലെ ഫോറിൻ കീ ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ടേബിൾ, അവിടെ CID എന്ന് പറഞ്ഞ പ്രൈമറി കീ ആണ്. ഇതെന്ന് പറയുന്നത് ഓർഡർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CIDയിൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഇതെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽ എന്ന ടേബിളിൽ അത് എൻ്റർ ചെയ്യുമ്പം അത് ഓർഡർ ഡീറ്റെയിലും ആ വാല്യൂ വരണം. കാരണം ഓർഡർ ഡീറ്റെയിൽ അത് ഫോറിൻ കീ ആണല്ലോ ഈ CID എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫോറിൻ കീ കൺസ്ട്രെയിൻ കൊടുത്തു കഴിയുമ്പം ഇൻവാൾവ് ആയിട്ട് എന്തെങ്കിലും ഡേറ്റാസ് ഇൻസർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ക്രിയേറ്റ് ടേബിൾ ഓർഡർ ഡീറ്റെയിൽ, ഓർഡർ ID ഇൻറ്റ് പ്രൈമറി കീ, ഓർഡർ നെയിം varchar 60 നോട്ട് നൾ, CID ഇൻറ്റ് ഫോറിൻ കീ, റെഫറൻസസ് കസ്റ്റമർ ഡീറ്റെയിൽ CID. ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ഓർഡർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓർഡർ ID അതാണ് ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓർഡർ നെയിം varchar ആണ്. ഓർഡർ ID ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഓർഡർ നെയിം നോട്ടുകളാകാൻ പാടില്ല. പിന്നെ CID ഉണ്ട്, ഇതെന്ന് പറഞ്ഞത് ഇൻറ്റിജർ ആണ്. ഇതെന്ന് പറയുന്നത് കസ്റ്റമർ ഡീറ്റെയിലിൽ CID ആണ്, അത് റിഫറൻസ് പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ഫോറിൻ കീ ആണ് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ നമ്മൾ ഈ കസ്റ്റമർ ഡീറ്റെയിലും ഓർഡർ ഡീറ്റെയിലും തമ്മിൽ നമ്മളൊരു ലിങ്ക് വെക്കുന്നു CID ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് ഈസ് ചെക്ക് കൺസ്ട്രെയിൻ. ചെക്ക് കൺസ്ട്രെയിൻ ഉപയോഗിച്ച് നമുക്ക് ഒരു കോളത്തിലുള്ള വാല്യൂസ് ഇന്ന റേഞ്ചിലാണ് എന്ന് റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നു. ഇത് ഉപയോഗിച്ച് നമുക്ക് വാല്യൂസ് ചെക്ക് ചെയ്യാം ബിഫോർ സ്റ്റോറിങ് ദം ഇൻ ടു ദ ഡേറ്റാബേസ്. ഈ കോളത്തിലേക്ക് ഡേറ്റ നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് പോലെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പം ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് SID ഇൻറ്റ് നോട്ട് നൾ ചെക്ക് SID ഗ്രേറ്റർ ദാൻ 0, നെയിം varchar 60 നോട്ട് നൾ, ഏജ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ SIDയുടെ വാല്യൂ 0നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ വാല്യൂ എൻ്റർ ചെയ്യാവുള്ളൂ. നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുക്കുന്നു. ചെക്ക് കൺസ്ട്രെയിൻ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് ചെക്ക് SID ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു SIDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് SQL കൺസ്ട്രെയിൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ടേബിൾ SQL ടേബിൾ ക്രിയേഷനിൽ ചോദിക്കുമ്പം ഈ കൺസ്ട്രെയിൻസ് കാര്യം കൂടെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രെയിൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.